കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വിപ്ലവഗാനം ആലപിക്കുന്നത് ഹിന്ദു സമൂഹത്തോടുള്ള CPMന്റെ അവഹേളനമെന്ന് BJP നേതാവ് വി മുരളീധരൻ. ഹിന്ദു ക്ഷേത്രത്തിൻ്റെ പവിത്രതയും പാവനതയും നഷ്ടപ്പെടുത്തുന്നതാണ് ഇത്തരം നടപടി. ക്ഷേത്രങ്ങളെ CPMന്റെ ബ്രാഞ്ച് ഓഫീസാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മറ്റു മതങ്ങളിലെ ദേവാലയങ്ങളിൽ CPM ഇത്തരത്തിൽ കാണിക്കുമോ എന്നും വി മുരളീധരൻ ചോദിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂർ ജില്ലയിലെ കല്ലിക്കണ്ടിയിലും തിരുവനന്തപുരത്തെ ആറ്റിങ്ങലിലുമൊക്കെയുള്ള ക്ഷേത്രങ്ങളിൽ CPM അവരുടെ പാർട്ടി പ്രചരണ ഗാനങ്ങൾ അങ്ങനെയുള്ള പ്രചരണ ഗാനങ്ങൾ ആലപിച്ച് പരിപാടികൾ നടത്തുന്നതിനെ തുടർന്നുള്ള പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഹിന്ദു ക്ഷേത്രങ്ങളുടെ പവിത്രതയും പാവനത്വവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് CPMന്റെ ബ്രാഞ്ച് ഓഫീസുകളാക്കിയിട്ട് ക്ഷേത്ര കമ്മിറ്റികളെ ഓഫീസുകളെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുന്നു. അഖിൽ, ക്ഷേത്രങ്ങളിൽ വിപ്ലവ ഗാനങ്ങൾ ആലപിക്കുക, അതുപോലെ തന്നെ ചെഗുവേരയുടെ ചിത്രം പതിച്ച കൊടികൾ ഉയർത്തിക്കൊണ്ട് ഘോഷയാത്രയിൽ അണിചേരുക, ഇതൊക്കെ CPM എല്ലാ ജില്ലകളിലും ഇപ്പോൾ വ്യാപകമായി നടത്തുന്നു. കൊല്ലം ജില്ലയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കണ്ണൂരിൽ ഇത്തരം നടപടികൾ ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇത് ക്ഷേത്രങ്ങളെ മനഃപൂർവ്വം, ക്ഷേത്രവിശ്വാസികളുടെ മനസ്സിന് മുറിവേൽക്കുന്ന മനഃപൂർവ്വമായ നടപടി എന്നാണല്ലോ BJP നേതാവ് വി മുരളീധരൻ വിശേഷിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്നതാണ് ഉത്സവാദി പൂജാതി കർമ്മങ്ങളൊക്കെ തന്നെ ആ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി വർഷങ്ങളായിട്ട് പല ക്ഷേത്രങ്ങളിലും കലാപരിപാടികളും ഗാനമേളകളും ഒക്കെ തന്നെ സംഘടിപ്പിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്ത് കടക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ കടക്കൽ പൂരവുമായി ബന്ധപ്പെട്ട ഒരു ഭക്തിഗാന അല്ലെങ്കിൽ ഒരു ഗാനമേള സംഘടിപ്പിക്കുന്നു. ആ ഗാനമേളയിൽ DYFIയുടെ പതാകയും അതിനു പിന്നാലെ തന്നെ CPMന്റെ പാർട്ടി ചിഹ്നവും ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗാനമേളയിൽ ഒരു വിപ്ലവ ഗാനം ആലപിക്കുന്നു. അതിന് പിന്നാലെ തന്നെ വലിയ നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതിനു പിന്നാലെയാണ് ആവർത്തിച്ച് കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് CPM അനുകൂല സംഘടനകളും അതുപോലെ തന്നെ CPM നേതൃത്വവും ഒക്കെ തന്നെ ഇടപെടുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ ഒരു അമ്പലത്തിൽ ഇതുപോലെ വിപ്ലവഗാനം പാടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെയാണ് കണ്ണൂരിൽ ഒരു ക്ഷേത്രത്തിൽ, കണ്ണൂർ കല്ലങ്കാടി ക്ഷേത്രത്തിൽ, ദേവീക്ഷേത്രത്തിലാണ് ഇന്നലെ വിപ്ലവഗാനം ആലപിക്കുകയും ജഗുവേരയുടെ ചിത്രം പതിച്ച ചുവന്ന കൊടി വീശിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിലാണ് വലിയ പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾ തന്നെ നേരിട്ട് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളെ CPMന്റെ ബ്രാഞ്ച് ഓഫീസുകളായി മാറ്റുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗൂഢമായ ലക്ഷ്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഈ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ CPM നേതൃത്വം ബോധപൂർവം നടത്തുന്നതെന്ന ഒരു ആരോപണമാണ് വി മുരളീധരൻ ഉന്നയിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ചേർത്ത് പറയുന്നത് കേരളത്തിലെ ഏതെങ്കിലും മറ്റു ഇതര സാമുദായിക ദേവാലയങ്ങളിൽ അല്ലെങ്കിൽ ആരാധന ക്രമങ്ങൾക്കിടയിൽ CPM ഇത്തരത്തിലൊരു അതിക്രമം നടത്താൻ അല്ലെങ്കിൽ ഇതര മതസ്ഥരുടെ ദേവന്മാരെ അല്ലെങ്കിൽ ദേവിമാരെയൊക്കെ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഇതുപോലെ ഏതെങ്കിലും തരത്തിലൊരു ചിത്രീകരണം നടത്താൻ CPM തയ്യാറാകുമോ എന്നൊരു ചോദ്യം കൂടി വി മുരളീധരൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളെയും വിശ്വാസങ്ങളെയും തച്ചു തകർക്കുന്ന ഹിന്ദു സമൂഹത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് CPMന്റെ പ്രവർത്തനമെന്ന് ആവർത്തിച്ച് വി മുരളീധരൻ പറയുന്നുണ്ട്. ഹൈന്ദവ സമൂഹം ഇതിനെതിരെ ഒന്നടങ്കം പ്രതിഷേധവുമായി രംഗത്ത് വരേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുകൂടി വി മുരളീധരൻ സൂചിപ്പിച്ചു വെക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെ CPM നടത്തിയിട്ടുള്ളത് ഹൈന്ദവ വിരുദ്ധ നിലപാടുകളാണ്, ഹിന്ദുക്കൾക്കെതിരെയുള്ള വേട്ടയാടലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നമ്മളുടെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള നമ്മുടെ ഡിബേറ്റിൽ പോലും പ്രത്യേകമായി നമ്മൾ നടത്തിയ ചർച്ചയിൽ പോലും ഇടത് നേതാക്കളുടെ പ്രതിനിധികൾ പറഞ്ഞത് ഇത്തരത്തിൽ നടത്തുന്നതിന് എന്താണ് കുഴപ്പമെന്ന ചോദ്യമായിരുന്നു. LDFന്റെ പ്രതിനിധിയായി നമ്മുടെ ചർച്ചയിൽ വന്ന ആൾ പോലും പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ബോധപൂർവമായി കേരളത്തിലെ ഹൈന്ദവ സംസ്കാരത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് CPM ബോധപൂർവം പോകുന്നു, ഇടതുപക്ഷം ബോധപൂർവം പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. വിനോദ്, ക്ഷേത്രങ്ങളിലെ ഉത്സവത്തോടനുബന്ധിച്ച് വിപ്ലവ ഗാനങ്ങളും ചെഗുവേരയുടെ ചിത്രം പതിച്ച ചുവന്ന കൊടികളും ഉയർത്തുന്നത് ക്ഷേത്രത്തിൻ്റെ പവിത്രതയെ നശിപ്പിക്കുമെന്നും ക്ഷേത്രങ്ങളെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസാക്കി മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്നും ആഞ്ഞടിച്ചിരിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ പാലോട്ടുമടം.